പണ്ട് നമ്മുടെ എല്ലാം വിദ്യാലയങ്ങളിൽ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിയും പയറുമെല്ലാമായിരുന്നു ഭക്ഷണമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് വിഭവസമൃദ്ധമായിട്ടുള്ള ഊണിലേക്ക് മാറി. ഇപ്പോൾ പാലും മുട്ടയൊക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഒരു പുതിയ ഒരു കാര്യം ഉന്നയിച്ചിരിക്കുകയാണ്. അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിൻ്റെ മുമ്പാകെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂത്താട്ടുകുളത്താണ്. കൂത്താട്ടുകുളം സെൻറ്റ് ജോൺസ് സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. ഇവർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പൊതുപരിപാടിയിൽ അന്ന് മന്ത്രി എത്തി. മന്ത്രിക്ക് മുമ്പിലാണ് അവർ പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചത്. അതായത് ഈ സ്കൂളുകളിലെ ഭക്ഷണത്തിന്, ഉച്ചഭക്ഷണത്തിന് കുത്തരി കിട്ടിയാൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചു. അത് വെറും ഭക്ഷണത്തിൻ്റെ കാര്യം വേണ്ടി മാത്രമല്ല, ഈ കുട്ടികളുടെ ഒരു കരുതലിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ തിരുമാറാടി എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നെൽകർഷകരുള്ള, നെൽകൃഷിയുള്ള ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് ഈ കുത്തരി ഈ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് സ്കൂളുകൾ വഴി നൽകുകയാണെങ്കിൽ അത് കർഷകർക്കും വലിയ രീതിയിലുള്ളൊരു കരുതലാകും, താങ്ങാവും. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ പഴമയുടെയും കേരളത്തനിമയുടെയും എല്ലാം രുചിയുള്ള കുത്തരി കഴിച്ചുള്ള ഒരു ഭക്ഷണം, റേഷനരിക്ക് പകരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കാനും കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ആ വിദ്യാർത്ഥികളാണ് ഉള്ളത്. ആ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മളിപ്പോൾ. തൃതിയയും ഇഷയും, ഇവരാണ് മന്ത്രിയോട് കാര്യം പറഞ്ഞതല്ലേ? തൃതിയ, എന്തായിരുന്നു മന്ത്രിയോട് പറയാനുള്ള കാരണം? എന്തായിരുന്നു അത്? നമ്മുടെ സ്കൂളിൽ പലതരം നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്. ചാക്കരിയാണ്, പിന്നെ നല്ല രുചികരമായ ഭക്ഷണം, സാമ്പാർ, അവിയൽ, തോരൻ എന്നുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. യെസ്. അപ്പോൾ ആ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ഇവിടെയുള്ള സ്കൂളുകൾക്കുള്ള എല്ലാ കുട്ടികൾക്കും താല്പര്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ചാക്കരിക്ക് പകരം കുത്തരിയാണെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ അതിനോടൊപ്പം പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം കുത്തരി കിട്ടണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്. എന്താ മന്ത്രി എന്താ പറഞ്ഞത്? മന്ത്രി കേന്ദ്രത്തിലും മറ്റ് അതിൽ മുകളിലുള്ള പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ട് മാത്രം ഒരു വ്യക്തമായ മറുപടി തരാമെന്നാണ് പറഞ്ഞത്. എങ്കിലും അത് ശ്രദ്ധേയമായി തീർന്നിരിക്കുന്നു ഈ കാലയളവിൽ. അപ്പോൾ ഇങ്ങനെ കുത്തരി കുട്ടി കഴിച്ചിട്ടുണ്ടോ? കുത്തിരി കഴിച്ചിട്ടുണ്ട്. കുത്തിരി ഇഷ്ടമാണോ? കുത്തിരി ചോറ്? അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരും ഉന്നയിച്ച കാര്യം. ഇതായിരുന്നു അത്. ഇപ്പോൾ ഈ കുത്തരി കഴിച്ചുള്ളൊരു ഊണ് കഴിക്കാം, മാത്രമല്ല ഇത് കർഷകർക്ക് കൂടുതൽ ഗുണകരമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകരെല്ലാം ഇവിടെ ഉണ്ട്. ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, ഇവർ വലിയൊരു ഔഷധവനമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ പഠനമൊക്കെ നടത്തുന്നൊരു സ്കൂളാണ്. മാഡം, എന്താണ് ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ എന്താണ് തോന്നിയത്? നല്ലൊരു ആശയമായിട്ടാണ് തോന്നിയത്. മന്ത്രി പറയുകയും ചെയ്തു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എന്നും. അപ്പം അതിൻ്റെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് തീരുമാനം എടുക്കാമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അധ്യാപകൻ കൂടെ ശരിയാണ്. ഈ കുട്ടികളുടെ ഇത്തരം ആശയങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആശയങ്ങൾ ഇങ്ങനെ വരികയാണല്ലോ. എങ്ങനെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. നമ്മുടെ സ്കൂള് ഇപ്പോൾ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തിരുമാടി പഞ്ചായത്തിൽ വടകരയിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലത്ത്, പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പൂർവ്വ വിദ്യാർത്ഥി നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ, അതുപോലെ നാടക സാഹിത്യകാരൻ CJ തോമസ്, മുൻ മന്ത്രിമാരായ KT ജേക്കബ്, TN ജേക്കബ് ഒക്കെ ഇവരിവിടെ പഠിച്ച വിദ്യാലയമാണ്. ഈ സ്കൂളിൽ 600-700-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. എല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ്, കർഷകരുടെ മക്കളാണ് ബഹുഭൂരിപക്ഷവും പഠിക്കുന്ന കുട്ടികളെല്ലാവരും. അപ്പോൾ ഇവിടെ മെറിറ്റ് ഡേക്ക് മിനിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ചേർന്നൊരാശയം രൂപപ്പെടുത്തി. അവർക്ക് ഉച്ചഭക്ഷണം, അവർക്ക് സ്കൂളിൽ ലഭിക്കുന്നത് നല്ല ഉച്ചഭക്ഷണമാണ്. ഇലക്കറികളൊക്കെ ചേർന്ന് നല്ല ഉച്ചഭക്ഷണങ്ങളൊക്കെ കിട്ടാറുണ്ട്, മാംസാഹാരം കൊടുക്കാറുണ്ട്, മറ്റ് എല്ലാം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ലഭിക്കുന്ന ചോറിന് ഒരു കുത്തരി ലഭിക്കുകയാണെങ്കിൽ അത് അവർക്ക് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾക്ക് അത് പ്രയോജനം ചെയ്യും. അതോടൊപ്പം കർഷകർക്ക്, ഇപ്പോൾ തിരുമാറാടി ഏറ്റവും നല്ല ഹരിതഭമായ പാടശേഖരങ്ങളൊക്കെ ഉള്ളതാണ്. അവിടുത്തെ ആ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കുത്തി ആ നെല്ലിൽ നിന്നും അരി എടുത്തിട്ട് അത് കുടുംബശ്രീ വഴിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് വഴിയോ ശേഖരിച്ച് പൊതുവായിട്ടൊരു അടുക്കള വഴി അരി ലഭിക്കുകയാണെങ്കിൽ കർഷകർക്ക് അധിക വരുമാനം ലഭിക്കുകയും ചെയ്യുമെന്ന ആശയമാണ് അനൂപ് ജേക്കബ് മിനിസ്റ്റർ മുമ്പാകെ നൽകിയിട്ടുള്ളത്. അത് ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ, ഒട്ടേറെ നിർദ്ദേശം, അതുപോലെ കർക്കിടക മാസത്തിലെ ഇലക്കറികൾ കുട്ടികൾ നിർദ്ദേശിച്ചതനുസരിച്ച് സ്കൂളിൽ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ മാതൃകാപരമായ പല നിർദ്ദേശങ്ങളും കുട്ടികളുടെ ഭാഗത്ത് ലഭിക്കാറ്.
തീർച്ചയായിട്ടും അങ്ങനെ അതാത് ജില്ലകളിൽ കർഷകരിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച് അതുപോലെ തന്നെ അതാത് ജില്ലകളിലെ സ്കൂളുകളിൽ തന്നെ വിതരണം ചെയ്യുകയാണെങ്കിൽ ആ ചെലവുകളെല്ലാം തന്നെ കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല അധികം വരുന്ന ചില ജില്ലകളിലൊക്കെ തന്നെ ഉൽപ്പാദനം കുറവായിരിക്കാം. അപ്പോൾ അധികം ആവശ്യം വരുന്ന ഇത്തരത്തിൽ അരികൾ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നെല്ലാം എത്തിക്കാനൊരു നല്ലൊരു രീതിയിലൊരു ഏകോപനം ഉണ്ടായാൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ട് ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഏതായാലും കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നൊരു ആശയമാണ്. മന്ത്രി അത് പരിഗണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂത്താട്ടുകുളത്തു നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.